പണിക്കാർ തോൽക്കൊള്ളിയൊക്കെ ബൈക്കിട്ടിക്കാണ്ട് പോയിക്കണേ. ആ കാക്കാ എത്ര പാട് സുഖല്ല? ഞാൻ 25-ാം തീയതി ഉംറക്ക് പോണ്. മാഷാ അല്ലാഹ്. അത് പറഞ്ഞിട്ട് വന്നാണ്. എന്നാ വരി, ഞാൻ ഇവിടെ ഉള്ളോലേ ഓലെല്ലാം കൂടി രാവിലെ ഞാൻ മാവിനോട് കാക്കി കൊടുത്താണ്. ഓലെടുത്തോണ്ടാ പോണേ. പറഞ്ഞാ മതി. അതായത് കുഴപ്പമില്ല, കേറിട്ട് പോവാ. വെള്ളം കുടിച്ചിട്ടൊക്കെ പോവാ. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞോ കേട്ടാ. ആയിക്കോട്ടെ. അല്ലപ്പാ അമ്മാന്റോടെയും മൂത്തമാന്റോടെയും ഒന്ന് പറയണ്ടേ? അവിടൊക്കെ ഇനി ഫോൺ ചെയ്ത് പറഞ്ഞാ മതി. ഇപ്പൊ പോകാനുള്ള സമയം ഉണ്ടപ്പത്. എന്നാലും നിങ്ങളൊരു പെങ്ങളല്ലേ? ഇതൊന്നിപ്പോ സമയമില്ലാന്ന്. അല്ലപ്പാ എളാപ്പാന്റെ പേരല്ലേ? എളാപ്പാനോട് ഒന്ന് പറഞ്ഞോടി. ഓനോട് എങ്ങനെ ഞാൻ പറയാന്ന്? ഓ ഞമ്മളോട് ചെയ്ത തെറ്റൊക്കെ എനിക്ക് അറിയണ കാര്യല്ലേ? ഓടൊന്നും പറയണ്ട. എന്ത് പറയണേ? നിങ്ങൾ ഏതായാലും ഉംറക്ക് പോവല്ലേ? അള്ളാഹ്ക്കും അള്ളാന്റെ റസൂലിനും ഇഷ്ടാവൂല ചെറിയൊരു നിസാരമായ കാര്യങ്ങൾ ഇങ്ങനെ വീർപ്പിച്ച് വലുതാക്കണം. അള്ളാഹ്ക്കും അള്ളാന്റെ റസൂലിനും അറിയാം പിന്നെ ഇവ നമ്മോട് ചെയ്ത തെറ്റെന്താന്നുള്ള ഓർക്ക് അറിയാം. അതുകൊണ്ട് ഞാനത് പറയില്ല. ഇന്നതിന് കിട്ടൂല. ഇന്ന് തലക്കാതെ ചെന്ന് പോന്ന ഇവിടെ പോരെ ചെയ്യണം. ഓനോട് പറയാ പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. അസ്സലാമു അലൈക്കും. നല്ല വർത്താനം. ഉസ്താദേ, നിങ്ങളെ കണ്ടേ നന്നായി. ഞാനേ ഉംറക്ക് പോവാണ്. അൽഹംദുലില്ലാ, നല്ല കാര്യം. അപ്പൊ ഒന്ന് പറയാ പള്ളിയേക്ക് വരാ വിചാരിച്ചായിരുന്നു. കണ്ട ഏതായാലും നന്നായി. ആയിക്കോട്ടെ, അവിടൊക്കെ ചെല്ലുമ്പോ ദോർക്ക. അതല്ല, ഇപ്പൊ എന്റെ അന്തരവന്മാരോടൊക്കെ ഒന്ന് പറഞ്ഞാ. അത് നിങ്ങക്ക് അറിയണല്ലോ ഉസ്താദേ. അതിപ്പോ എങ്ങനെ അത് നിങ്ങോ നമ്മോട് ചെയ്ത തെറ്റൊക്കെ നിങ്ങക്ക് അറിയില്ലേ? എന്ന് വിചാരിച്ചാ ഇതൊന്നും പറയേണ്ടതല്ലേ? അതൊന്നും പറയണ്ട ഉസ്താദേ. ഇജിപ്പോ പറഞ്ഞല്ലോ അന്ത്രോനോട് പറയണോന്ന്. ഇജിപ്പോ അള്ളാന്റെ റസൂലിന്റെ ഇഷ്ടം പിടിച്ചു പറ്റാൻ വേണ്ടിട്ടല്ലേ പോണ്ടേ? സ്വർഗം ആഗ്രഹിച്ചിട്ടാണല്ലോ ഇജ് പോണ്ടേ. ആദ്യം എനിക്ക് സ്വർഗം കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് ചെയ്യേണ്ടത് എന്താരോ? എൻ്റെ രക്തബന്ധം, കുടുംബക്കാര്, ഈ ഏട്ടനഞ്ചന്മാര്, ഈ അയൽവാസികള്, ഈ തെറ്റി നിൽക്കുന്ന എൻ്റെ ചങ്ങായിമാരൊക്കെ ഉണ്ടാവുമല്ലോ, ഓലോടൊക്കെ പൊരുത്തപ്പെടിച്ചിട്ട് ഇതിന് പോയിട്ട് എനിക്ക് കാര്യമുള്ളൂ. എൻ്റെ മാതിരി ഇപ്പൊ കുറെ ആൾക്കാർ ഈ ഉംറ എന്ന് പറഞ്ഞ പേരിൽ ഇങ്ങനെ പോണ്ട്. അത് ഉംറ ആവില്ല. എൻ്റെ അജ്ജും ഉംറയൊക്കെ ശരിയാവണം എന്നുണ്ടെങ്കിൽ ഇജിപ്പോ എൻ്റെ അന്ത്രോന്റെ പേരിന്റെ മുന്നിൽ കൂടി ഇങ്ങോട്ട് പോകുന്നത് ഓനോട് പൊരുത്തപ്പെടിപ്പിച്ച് സന്തോഷത്തിൽ പോയാലേ എൻ്റെ ഉംറ ശരിയാവുള്ളൂ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ ഈ വാശിയും വൈരാഗ്യമൊക്കെ മാറ്റി വെച്ചിട്ട് നല്ലൊരു സ്ഥലത്തേക്ക് പോവില്ലേ, എൻ്റെ അന്ത്രോനോട് ചെന്ന് യാത്രയൊക്കെ പറഞ്ഞ് സന്തോഷത്തിൽ എനിക്കത് ശരിയാവണം എന്നുണ്ടെങ്കിൽ, കബൂലാകണം എന്നുണ്ടെങ്കിൽ, നല്ല ഉദ്ദേശത്തിലാണ് ഇജ് പോകണമെന്നുണ്ടെങ്കിൽ ഇജ് ഞാൻ പറഞ്ഞത് ചെയ്തോ. അത് ആൾക്കാർ ഏറ്റവും നല്ലത്. എനിക്ക് ഹയർ അതാണ്. എന്തായാലും എൻ്റെ ഇഷ്ടം. വാശിയും വൈരാഗ്യമൊക്കെ മനുഷ്യന്മാരെ മനസ്സിലുള്ളതല്ലേ. എന്തായാലും ഞാൻ പറഞ്ഞെന്നുള്ളൂ. പറയാന്നുള്ളത് എൻ്റെ കടമ, ചെയ്യാന്നുള്ളത് എൻ്റെ കടമ. ഉസ്താദേ, ഞാൻ ഉപ്പാനോട് വരുമ്പോ ഒക്കെ പറഞ്ഞതാണ്. എന്തായാലേ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി സ്വീകരിക്കാന്നുള്ളത് എന്റെ ഇഷ്ടം. ഞാൻ പോട്ടെ. അസ്സലാമു അലൈക്കും. മോനെ, ഉപ്പാനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടാ. ആ പറഞ്ഞത് ശരിയായില്ല ഉസ്താദിനോട്. ഒന്നും ഞാൻ എന്റെ വാപ്പല്ലേ. നിങ്ങള് നല്ല കാര്യത്തിന് പോവല്ലേ, അതുകൊണ്ട് പറഞ്ഞതാണ് ഉപ്പ. നമ്മളെന്നാലേ വണ്ടിടത്ത് പോയി നോക്കാം. കുറച്ചുകൂടെ കാക്കയുള്ള വരണ്ട്. ഞാൻ കച്ചറ ഉണ്ടാക്കാൻ വരിക. ഞാനേ ഉംറക്ക് പോണ്. എന്നാ പോണേ? 25-ാം തീയതി. എന്തേലൊക്കെ ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടോളാം. തമ്മ പൊരുത്തപ്പെടാനുള്ളത് എന്താടാ എന്റെ ഭാഗത്ത് നിന്ന് കുറെ തെറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ തമ്മിൽ അങ്ങനത്തെ ഇതൊന്നുമില്ല. പോയിട്ട് വരി. കുട്ടികളും മക്കളൊക്കെ ഇട്ടാണ്ട് പോരുണ്ടി. ആയിക്കോട്ടെ, ഇൻഷാല്ലാ. പോണത് രാവിലെ വരണ്ട്. വെള്ളം ചായ കുടിച്ചടാ. വേണ്ട.